എല്ലാവർക്കും നമസ്കാരം. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കലകളെ പറ്റിയാണ്. കലകളുടെ 2-3 ക്ലാസ്സുകൾ കഴിഞ്ഞതാണ്. അപ്പോൾ നമ്മൾ ദൃശ്യ ശ്രവ്യ കലകളിൽ അനുഷ്ഠാന കലകളും ശാസ്ത്രീയ കലകളും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചു. ഇനി അടുത്തത് നാടൻ കലകളാണ്. ഇനി പഠിക്കാനുള്ളത് നാടൻ കലകൾ, ആയോധന കല, അതുപോലെ ആദിവാസി കലകളാണ്. ഈ 3 കലകളിലും വളരെ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്ന 2-3 കലകൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ എളുപ്പത്തിൽ പഠിച്ചു തീർക്കാൻ കഴിയുന്നതാണ് ഈ 3 എണ്ണവും. അപ്പോൾ നമുക്ക് നോക്കാം നാടൻ കലകൾ. മാനവ ചരിത്രത്തോളം പഴക്കമുള്ളതാണ് നാടൻ കലാരൂപങ്ങൾ. ഒരു വ്യക്തിയുടെ ജനനം മുതൽ മരണം വരെയുള്ള ജീവിതത്തിൻ്റെ വിവിധ കാലഘട്ടങ്ങളെ ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഈ നാടൻ കലാരൂപങ്ങൾ എന്ന് പറയുന്നത്. അപ്പം മാനവ ചരിത്രത്തോളം പഴക്കമുള്ള ഒരു കലാരൂപമാണേത്? നാടൻ കലാരൂപങ്ങൾ. ജനനം മുതൽ മരണം വരെയുള്ള ജീവിതത്തിൻ്റെ വിവിധ ഘട്ടങ്ങളായി ബന്ധപ്പെട്ടിരിക്കുന്ന കലാരൂപമാണ് ഏത്? നാടൻ കലാരൂപങ്ങൾ. ഈ നാടൻ കലാരൂപങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തേത് ഒപ്പന. ഒപ്പന. മുസ്ലിങ്ങളുടെ ഇടയിൽ പ്രചാരത്തിലുള്ള ഒരു കലാരൂപമാണ് ഏത്? ഒപ്പന എന്ന് പറയുന്നത്, അല്ലേ? മുസ്ലിങ്ങളുടെ ഇടയിൽ പ്രചാരത്തിലുള്ള ഒരു കലാരൂപമാണ് ഒപ്പന. ഒപ്പന സാധാരണയായി കളിക്കാറുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കല്യാണ സമയത്താണ്, അല്ലെ? കല്യാണ ദിവസമാണ് ഒപ്പന സാധാരണയായി കളിക്കാറുള്ളത്. അപ്പോൾ മലബാർ സംസ്കാരത്തിൻ്റെ സംഭാവനയാണ് ഒപ്പന. മുസ്ലിങ്ങളുടെ ഇടയിൽ പ്രചാരത്തിലുള്ള ഒരു കലാരൂപമാണ് ഒപ്പന. സാധാരണയായി ഒപ്പന അവതരിപ്പിക്കുന്നത് കല്യാണ ദിവസമാണ്. കല്യാണ ദിവസമാണ് പ്രധാനമായും ഒപ്പന അരങ്ങേറുന്നത്. അടുത്തത് മാപ്പിളപ്പാട്ട്. മാപ്പിളപ്പാട്ടും മുസ്ലിങ്ങളുടെ ഇടയിൽ പ്രചാരത്തിലുള്ള പാട്ടുകളെയാണ് മാപ്പിളപ്പാട്ടുകൾ എന്ന് അറിയപ്പെടുന്നത്. മുസ്ലിങ്ങളുടെ ഇടയിൽ പ്രചാരത്തിലുള്ള പാട്ടുകൾ തന്നെയാണ് മാപ്പിളപ്പാട്ടുകൾ എന്ന് അറിയപ്പെടുന്നത്. മലബാർ മുസ്ലിങ്ങളുടെ തനതായ ഭാഷ അറബി മലയാളമാണ്. മലബാർ മുസ്ലിങ്ങളുടെ തനതായ ഭാഷയാണ് അറബി മലയാളം. ഈ അറബി മലയാളത്തിന് ഒരു സാഹിത്യ ശാഖയുണ്ട്. ഈ അറബി മലയാളത്തിലെ സാഹിത്യ ശാഖയിൽ നിന്നും എടുത്ത ഗാനമാണ് മാപ്പിളപ്പാട്ടുകൾ എന്ന് പറയുന്നത്. അപ്പം മലബാർ മുസ്ലിങ്ങൾ സാധാരണയായി ഉപയോഗിക്കുന്നത് അറബി മലയാളമാണ്. അറബി മലയാളത്തിൽ അവരുടെ ഒരു സാഹിത്യ ശാഖയുണ്ട്. അതിൽ നിന്നും എടുത്ത പാട്ടുകളാണ് മാപ്പിളപ്പാട്ടുകൾ എന്ന് അറിയപ്പെടുന്നത്. അതായത് ഈ സാഹിത്യ ശാഖയിലെ ഒരു പദ്യഭാഗമാണ് മാപ്പിളപ്പാട്ടുകൾ എന്നറിയപ്പെടുന്നത്. മാപ്പിളമാരുടെ ജീവിതം, അവരുടെ സംസ്കാരം, അവരുടെ ആചാര അനുഷ്ഠാനങ്ങൾ എല്ലാം തന്നെയാണ് ഈ മാപ്പിളപ്പാട്ടുകളിൽ കൂടി പറയുന്നത്. അപ്പോൾ മാപ്പിളപ്പാട്ട് എന്ന് പറയുന്നത് മുസ്ലിം വിഭാഗങ്ങളുടെ ഇടയിൽ പ്രചാരത്തിലിരിക്കുന്ന പാട്ടാണ് മാപ്പിളപ്പാട്ട് എന്ന് പറയുന്നത്. മലബാർ മുസ്ലിങ്ങൾ പ്രധാനമായും ഉപയോഗിക്കുന്ന അറബി മലയാളം. ഈ അറബി മലയാളത്തിൽ ഒരു സാഹിത്യ ശാഖയുണ്ട്. ഇതിലെ ഒരു പദ്യഭാഗമാണ് മാപ്പിളപ്പാട്ട് എന്ന് പറയുന്നത്. ഈ മാപ്പിളപ്പാട്ടിൽ എന്താണ് പ്രധാന വിഷയം എന്ന് പറയുന്നത്? മുസ്ലിങ്ങളുടെ ജീവിതത്തെക്കുറിച്ചും ജീവിത ശൈലികളെക്കുറിച്ചും സംസ്കാരത്തെക്കുറിച്ചും ആചാര അനുഷ്ഠാനങ്ങളെക്കുറിച്ചും പറയുന്ന പാട്ടാണേത്? മാപ്പിളപ്പാട്ട്. അപ്പം 2 നാടൻ കലാരൂപങ്ങളാണ് നമ്മളിവിടെ പഠിച്ചത്. 2ഉം മാപ്പിള അഥവാ മുസ്ലിം വിഭാഗക്കാരുടെ കലാരൂപങ്ങളാണ്. 1 ഒപ്പന, 2 മാപ്പിളപ്പാട്ട്. ഒപ്പന എന്ന് പറയുന്നത് കല്യാണ സമയത്ത് അവതരിപ്പിക്കുന്നതും മാപ്പിളപ്പാട്ട് മുസ്ലിങ്ങളുടെ ജീവിതത്തെക്കുറിച്ചും ആചാര അനുഷ്ഠാനങ്ങളെക്കുറിച്ചുമെല്ലാം പറയുന്ന ഒരു പാട്ടാണ് മാപ്പിളപ്പാട്ട്. അടുത്തത് നോക്കാം, കുമ്മാട്ടിക്കളി. കുമ്മാട്ടിക്കളി സാധാരണയായി അരങ്ങേറുന്നത് തൃശ്ശൂർ, പാലക്കാട് ജില്ലയിലാണ്. തൃശ്ശൂർ, പാലക്കാട് ജില്ലയിൽ അരങ്ങേറുന്ന ഒരു നാടൻ കലാരൂപമാണ് ഏത്? കുമ്മാട്ടിക്കളി എന്ന് പറയുന്നത്. സാധാരണയായി കുമ്മാട്ടിക്കളി ഏത് ജില്ലയുടെ കലാരൂപമാണ് എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ എഴുതുക തൃശ്ശൂർ. തൃശ്ശൂർ ജില്ലയുടെ നാടൻ കലാരൂപമാണ് ഏത്? കുമ്മാട്ടിക്കളി. സാധാരണയായും അവർ കുമ്മാട്ടിക്കളി അരങ്ങേറുന്നത് അഥവാ അവതരിപ്പിക്കുന്നത് ഓണക്കാലത്താണ്. ഓണക്കാലത്തെ ഒരു വിനോദ പരിപാടിയായിട്ടാണ് അവർ കുമ്മാട്ടിക്കളി അവതരിപ്പിക്കുന്നത്. ഓണക്കാലത്തെ വിനോദ പരിപാടിയായിട്ടാണ് അവർ കുമ്മാട്ടിക്കളി അവതരിപ്പിക്കുന്നത്. ഈ കുമ്മാട്ടിക്കളിയിൽ പല ദൈവങ്ങളുടെയും അല്ലെങ്കിൽ പല ആളുകളുടെയും വേഷങ്ങളാണ് അവർ ധരിക്കുന്നത്. ഉദാഹരണത്തിന് ശ്രീകൃഷ്ണൻ, നാരദൻ, മഹാബലി, സുഗ്രീവൻ
ഹനുമാൻ, വിഷ്ണു, അങ്ങനെ പല ദേവന്മാരുടെയും കഥാപാത്രങ്ങളുടെയും വേഷമാണ് കുമ്മാട്ടിക്കളിയിൽ അവർ ധരിക്കുന്നത്. കുമ്മാട്ടിക്കളി എന്ന് പറയുന്നത് പാലക്കാട്, തൃശ്ശൂരിൽ കാണപ്പെടുന്ന ഒരു നാടൻ കലാരൂപമാണ്. സാധാരണയായും അത് ഏത് ജില്ലയുടെ കലാരൂപം എന്ന് ചോദിച്ചാൽ എഴുതുക തൃശ്ശൂർ എന്ന്. തൃശ്ശൂരിൽ സാധാരണയായി ഓണക്കാലത്ത് അരങ്ങേറുന്ന ഒരു വിനോദ പരിപാടികളാണ്. പല ദേവീദേവന്മാരുടെയും വേഷങ്ങളാണ് ഇവർ ധരിക്കുന്നത്. ശ്രീകൃഷ്ണൻ, മഹാബലി, വാമനൻ, അതുപോലെ മഹാവിഷ്ണു, നാരദൻ തുടങ്ങിയ എല്ലാവരുടെയും വേഷങ്ങൾ ധരിച്ചാണ് ഇവർ ഈ ഒരു വിനോദ പരിപാടി അവതരിപ്പിക്കുന്നത്. ഇനി അടുത്തത് ചവിട്ട് നാടകം. ചുവടിന് അഥവാ ചവിട്ടിന് പ്രാധാന്യമുള്ള ഒരു കലാരൂപമാണ് ചവിട്ട് നാടകം എന്ന് പറയുന്നത്. ചുവടിന് അഥവാ ചവിട്ടിന് പ്രാധാന്യം നൽകുന്നു, അതുകൊണ്ടാണ് ചവിട്ട് നാടകം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ചവിട്ട് നാടകം എന്ന ഈ കലാരൂപം യൂറോപ്യൻ ശക്തിയായ പോർച്ചുഗീസുകാരുടെ സംഭാവനയാണ്. പോർച്ചുഗീസുകാരുടെ സംഭാവനയാണ് ഏത്? ചവിട്ട് നാടകം. സാധാരണയായി ക്രിസ്ത്യാനികളുടെ ഇടയിൽ കണ്ടുവരുന്ന ഒരു നാടൻ കലാരൂപമാണ് ചവിട്ട് നാടകം എന്ന് പറയുന്നത്. പോർച്ചുഗീസുകാരുടെ സംഭാവനയാണ് ചവിട്ട് നാടകം എന്ന് പറയുന്നത്. ചവിട്ട് അഥവാ ചുവടിന് പ്രാധാന്യം നൽകുന്ന ഒരു നാടൻ കലാരൂപമാണ് ചവിട്ട് നാടകം എന്ന് പറയുന്നു. ഇതിലെ കഥാപാത്രങ്ങൾ ഭടന്മാരുടെ വേഷമാണ് ധരിക്കുന്നത്. കഥാപാത്രങ്ങൾ ആരുടെ വേഷം ധരിക്കുന്നു? ഭടന്മാരുടെ വേഷമാണ് ധരിക്കുന്നത്. തട്ടുപൊളിപ്പൻ എന്ന പേരിൽ അറിയപ്പെടുന്ന കലാരൂപമാണ് ചവിട്ട് നാടകം. തട്ടുപൊളിപ്പൻ എന്ന പേരിൽ അറിയപ്പെടുന്ന കലാരൂപമാണ് ഏത്? ചവിട്ട് നാടകം. ആദ്യകാല ചവിട്ട് നാടകമാണ് കാറൽമാൻ ചരിതം. ആദ്യകാല ചവിട്ട് നാടകം ഏതാണ്? കാറൽമാൻ ചരിതം എന്ന് പറയുന്നു. ചവിട്ട് നാടകത്തിന്റെ ജന്മനാട് എറണാകുളമാണ്. ചവിട്ട് നാടകത്തിന്റെ ജന്മനാട് എറണാകുളമാണ്. അപ്പോൾ ചവിട്ട് നാടകത്തിനെ കുറിച്ച് പറയുമ്പോൾ ഏതൊക്കെ പോയിന്റുകൾ പറയണം? ഒന്ന്, ചുവട് അഥവാ ചവിട്ടിന് പ്രാധാന്യം നൽകുന്ന ഒരു നാടൻ കലാരൂപമാണ് ചവിട്ട് നാടകം. കേരളത്തിൽ ഈ ചവിട്ട് നാടകം എന്ന കലാരൂപം വന്നത് യൂറോപ്യൻ ശക്തിയായ പോർച്ചുഗീസുകാരുടെ സംഭാവനയാണ്. പ്രധാനമായും ക്രിസ്ത്യാനികളുടെ ഇടയിലാണ് ഈ ഒരു കലാരൂപം അരങ്ങേറുന്നത്. പടയാളികളുടെ വേഷം ധരിച്ചാണ് ഇവർ അരങ്ങത്തേക്ക് വരുന്നത്. തട്ടുപൊളിപ്പൻ എന്ന പേരിൽ അറിയപ്പെടുന്ന കലാരൂപവും ഏത് തന്നെയാണ്? ചവിട്ട് നാടകം. തട്ടുപൊളിപ്പൻ എന്ന പേരിൽ അറിയപ്പെടുന്ന കലാരൂപവും ഏത് തന്നെയാണ്? ചവിട്ട് നാടകം. ആദ്യത്തെ ചവിട്ട് നാടകം എന്ന് പറയുന്നത് കാറൽമാൻ ചരിതമാണ്. ചവിട്ട് നാടകത്തിന്റെ ജന്മസ്ഥലം എറണാകുളമാണ്. അടുത്തത് കാക്കരശ്ശി നാടകം. കാക്കരശ്ശി നാടകത്തിൽ വളരെ പ്രധാനപ്പെട്ട പോയിന്റുകൾ ഒന്നും തന്നെയില്ല. ഒരു കാര്യം മാത്രം ആലോചിച്ച് വെക്കുക. തിരുവനന്തപുരം ജില്ലയുടെ ഒരു നാടൻ കലാരൂപമാണ് കാക്കരശ്ശി നാടകം എന്ന് പറയുന്നത്. തിരുവനന്തപുരം ജില്ലയുടെ ഒരു നാടൻ കലാരൂപം അല്ലെങ്കിൽ ഒരു ആക്ഷേപ ഹാസ്യ കലാരൂപമാണ് ഈ കാക്കരശ്ശി നാടകം. തിരുവനന്തപുരം ജില്ലയുടെ ഒരു ആക്ഷേപ ഹാസ്യ നാടക രൂപമാണ് കാക്കരശ്ശി നാടകം. തിരുവനന്തപുരം ജില്ലയുടെ ആക്ഷേപ ഹാസ്യ നാടക രൂപമാണ് ഏത്? കാക്കരശ്ശി നാടകം. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കേണ്ട, ജസ്റ്റ് ഏത് ജില്ലയുടെയാണ് എന്ന് അറിഞ്ഞു വയ്ക്കുക. കാക്കരശ്ശി നാടകം ഏത് ജില്ലയാണ്? തിരുവനന്തപുരം. കണിയാർകളി. കണിയാർകളി അരങ്ങേറുന്ന ജില്ല പാലക്കാടാണ്. കണിയാർകളി അരങ്ങേറുന്ന ജില്ല ഏതാണ്? പാലക്കാടാണ്. സാധാരണയായി ഭഗവതി ക്ഷേത്രങ്ങളിലാണ് ഈ ഒരു കലാരൂപം അവതരിപ്പിക്കുന്നത്. കണിയാർകളി പാലക്കാട് ജില്ലയുടെ ഒരു നാടൻ കലാരൂപമാണ് കണിയാർകളി എന്ന് പറയുന്നത്. ഭഗവതി ക്ഷേത്രങ്ങളിലാണ് കണിയാർകളി എന്ന ഈ നാടൻ കലാരൂപം അരങ്ങേറുന്നത്. സാധാരണയായി നായർ സമുദായത്തിൽപ്പെട്ട ആളുകളാണ് ഈ ഒരു കലാരൂപം അവതരിപ്പിക്കുന്നത്. നായർ സമുദായത്തിൽപ്പെട്ട ആളുകളാണ് കണിയാർകളി അവതരിപ്പിക്കുന്നത്. കണിയാർകളി അരങ്ങേറുന്നത് ഏത് ജില്ലയിലാണ്? പാലക്കാട്. പാലക്കാടിന്റെ ഒരു നാടൻ കലാരൂപമാണ് കണിയാർകളി എന്ന് പറയുന്നത്. ഭഗവതി ക്ഷേത്രങ്ങളിലാണ് ഈ ഒരു കലാരൂപം അരങ്ങേറുന്നത്. ഇത് സാധാരണയായി അവതരിപ്പിക്കുന്നത് നായർ സമുദായത്തിലെ ആളുകളാണ്. അടുത്തത് അർജുന നൃത്തം. അടുത്തതായി അർജുന നൃത്തം.
കോട്ടയം ആലപ്പുഴ ജില്ലയിൽ അവതരിപ്പിക്കുന്ന ഒരു നാടൻ കലാരൂപമാണ് അർജുന നൃത്തം എന്ന് പറയുന്നത്. കോട്ടയം ആലപ്പുഴ ജില്ലയിലെ അവതരിപ്പിക്കുന്ന കലാരൂപമാണ് അർജുന നൃത്തം. എന്നാൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കുകയാണ് അർജുന നൃത്തം എന്ന് പറയുന്നത് ഏത് ജില്ലയുടെ കലാരൂപമാണെന്ന് എടുത്തു ചോദിച്ചാൽ കോട്ടയവും ആലപ്പുഴയും ഓപ്ഷനിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ എഴുതേണ്ടത് കോട്ടയമാണ്. കോട്ടയം ജില്ലയിലെ ഒരു നാടൻ കലാരൂപം തന്നെയാണ് അർജുന നൃത്തം. അർജുന നൃത്തം അരങ്ങേറുന്നത് ഭഗവതി ക്ഷേത്രത്തിലാണ്. അർജുന നൃത്തം അരങ്ങേറുന്നത് ഭഗവതി ക്ഷേത്രത്തിലാണ്. ഇതിന്റെ പിന്നിലെ ഐതിഹ്യം ഇപ്രകാരമാണ്. കുരുക്ഷേത്ര യുദ്ധത്തിന് ശേഷം ഭദ്രകാളിയെ പ്രീതിപ്പിക്കാൻ വേണ്ടി അർജുനൻ നൃത്തം ചെയ്തു. ഇതാണ് അർജുന നൃത്തത്തിന്റെ ഐതിഹ്യമായി പറയുന്നത്. കുരുക്ഷേത്ര യുദ്ധത്തിന് ശേഷം ഭദ്രകാളിയെ പ്രീതിപ്പെടുത്തുവാൻ അർജുനൻ ചെയ്ത നൃത്തമാണ് അർജുന നൃത്തം എന്നാണ് ഐതിഹ്യം പറയുന്നത്. ഏത് ജില്ലയുടെ കലാരൂപമാണ് എന്ന് ചോദിച്ചാൽ കോട്ടയം ജില്ലയുടെ കലാരൂപമാണ് എന്ന് എഴുതുക. ഭഗവതി ക്ഷേത്രങ്ങളിലാണ് ഇത് അരങ്ങേറുന്നത്. അടുത്തത് പൊറാട്ടും പൊറാട്ട് നാടകവും. പൊറാട്ട് നാടകവും പാലക്കാട് ജില്ലയിൽ പ്രചാരത്തിലുള്ള ഒരു നാടൻ കലാരൂപമാണ് പൊറാട്ട് നാടകവും. പാലക്കാട് ജില്ലയിലാണ് ഈ ഒരു കലാരൂപം അവതരിപ്പിക്കുന്നത്. എവിടെയാണ് ഈ ഒരു കലാരൂപം അവതരിപ്പിക്കുന്നത്? അമ്പലത്തിലോ കൊയ്ത്ത് കഴിഞ്ഞ പാടത്തിലോ മൈതാനത്തിലോ തയ്യാറാക്കിയ പന്തലിലാണ് പൊറാട്ട് നാടകവും അവതരിപ്പിക്കുന്നത്. പാലക്കാട് ജില്ലയുടെ നാടൻ കലാരൂപമാണ് പൊറാട്ട് നാടകം. അമ്പലത്തിലോ കൊയ്ത്ത് കഴിഞ്ഞ പാടത്തിലോ അല്ലെങ്കിൽ മൈതാനത്തിലോ ഒരു പന്തലിട്ടാണ് ഈ പൊറാട്ട് നാടകം അവതരിപ്പിക്കുന്നത്. അടുത്തത് വളരെ പ്രധാനപ്പെട്ടതാണ് യക്ഷഗാനം. സാധാരണയായി യക്ഷഗാനം എന്ന് പറയുമ്പോൾ അത് കർണാടകയുടെ ഒരു കലാരൂപമാണ് യക്ഷഗാനം. എന്നാൽ കേരളത്തിൽ എവിടെയാണ് ഈ കലാരൂപം അവതരിപ്പിക്കുന്നത് എന്ന് ചോദിച്ചാൽ അത് വടക്ക് കേരളത്തിലെ കാസർഗോഡാണ്. കാസർഗോഡിൻ്റെ ഒരു നാടൻ കലാരൂപം അഥവാ ഒരു കലാരൂപം എന്ന് അറിയപ്പെടുന്നതാണ് യക്ഷഗാനം. അപ്പൊ യക്ഷഗാനം ഏത് ജില്ലയുടെ കലാരൂപമാണെന്ന് ചോദിച്ചാൽ എന്തെഴുതണം? കാസർഗോഡ്. ഏത് സംസ്ഥാനത്തിന്റെ കലാരൂപമാണെന്ന് ചോദിച്ചാൽ കേരളം എഴുതരുത്, കർണാടകയാണ്. കർണാടകയുടെ കലാരൂപമാണ് ഈ യക്ഷഗാനം. എന്നാൽ നമ്മുടെ കാസർഗോഡും അവതരിപ്പിച്ചു പോകുന്ന ഒരു കലാരൂപം തന്നെയാണ് യക്ഷഗാനം. ബയലാട്ടം എന്ന് അറിയപ്പെടുന്ന കലാരൂപമാണ് യക്ഷഗാനം. ബയലാട്ടം എന്ന് അറിയപ്പെടുന്ന കലാരൂപമാണ് ഏത്? യക്ഷഗാനം. കഥകളിയുമായി അടുത്ത ബന്ധമുള്ള ഒരു കലാരൂപമാണ് യക്ഷഗാനം. കഥകളിയുമായി അടുത്ത ബന്ധമുള്ള ഒരു കലാരൂപമാണ് ഏത്? യക്ഷഗാനം. കഥകളിയുമായി അടുത്ത ബന്ധമുള്ള കലാരൂപമാണ് യക്ഷഗാനം. സംഭാഷണത്തിന് പ്രാധാന്യമുള്ളതിനാൽ സംസാരിക്കുന്ന കഥകളി എന്ന് അറിയപ്പെടുന്ന കലാരൂപമാണ് യക്ഷഗാനം. സംഭാഷണത്തിന് ഇവിടെ പ്രാധാന്യമുള്ളതുകൊണ്ട് സംസാരിക്കുന്ന കഥകളി എന്ന് അറിയപ്പെടുന്ന ഒരു കലാരൂപമാണ് ഏത്? യക്ഷഗാനം. യക്ഷഗാനത്തിൽ ഉപയോഗിക്കുന്ന പ്രധാന വാദ്യ ഉപകരണങ്ങൾ ചെണ്ട, മദ്ദളം, ഇലത്താളം. യക്ഷഗാനത്തിൽ ഉപയോഗിക്കുന്ന പ്രധാന വാദ്യങ്ങൾ ഏതൊക്കെയാണ്? ചെണ്ട, മദ്ദളം, ഇലത്താളം. സംഭാഷണത്തിന് പ്രാധാന്യം നൽകിയിരിക്കുന്നത് കൊണ്ട് സംസാരിക്കുന്ന കഥകളി എന്നറിയപ്പെടുന്ന കലാരൂപം ഏത് എന്ന് ചോദിച്ചാൽ യക്ഷഗാനമാണ്. യക്ഷഗാനത്തിൽ ഉപയോഗിക്കുന്ന പ്രധാന വാദ്യങ്ങൾ ചെണ്ട, മദ്ദളം, ഇലത്താളം. യക്ഷഗാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് പാർത്ഥിസുബ്ബനാണ്. യക്ഷഗാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? പാർത്ഥിസുബ്ബനാണ്. യക്ഷഗാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് പാർത്ഥിസുബ്ബനാണ്. ഇത്രയും കാര്യങ്ങളാണ് നാടൻ കലകളിൽ നിങ്ങൾക്ക് പഠിക്കുവാനുള്ളത്. അടുത്തത് ആയോധന കലയാണ്. നമുക്ക് നോക്കാം ആയോധന കല. കേരളത്തിന്റെ ആയോധന കല ഏത് എന്ന് ചോദിച്ചാൽ അത് കളരിപ്പയറ്റാണ്. കേരളത്തിന്റെ ആയോധന കല ഏതാണ്? കളരിപ്പയറ്റാണ്. കേരളത്തിന്റെ ആയോധന കല ഏതാണ്? കളരിപ്പയറ്റാണ്. വിവിധ അഭ്യാസ മുറകൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. 1 മെയ്പ്പയറ്റ്, 2 വടിപ്പയറ്റ്, 3 വെറും കൈപ്രയോഗം. ഇങ്ങനെ 3 അഭ്യാസ മുറകളാണ് പറയുന്നത്. മെയ്പ്പയറ്റ്, വടിപ്പയറ്റ്, വെറും കൈപ്രയോഗം. ഇതെല്ലാം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ കളരിപ്പയറ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പൊ കേരളത്തിലെ ആയോധന കലാരൂപമാണ് ഏത്? കളരിപ്പയറ്റ്. കളരിപ്പയറ്റിലെ വിവിധ അഭ്യാസ മുറകൾ ഏതൊക്കെയാണ്? മെയ്പ്പയറ്റ്, വടിപ്പയറ്റ്, വെറും കൈപ്രയോഗം.
കളരിപ്പയറ്റിലെ അവസാന അടവിൻ്റെ പേരാണ് പൂഴിക്കടകൻ. ഇത് PSCക്ക് ചോദിച്ച ചോദ്യമാണ്. കളരിപ്പയറ്റിലെ അവസാനത്തെ അടവിൻ്റെ പേര്. കളരിപ്പയറ്റിലെ അവസാനത്തെ അടവിൻ്റെ പേരാണെന്ത്? പൂഴിക്കടകൻ. ആയോധന കലയുടെ മാതാവ് എന്നറിയപ്പെടുന്നത് കളരിപ്പയറ്റാണ്. ആയോധന കലയുടെ മാതാവ് എന്നറിയപ്പെടുന്നത് കളരിപ്പയറ്റാണ്. ഒരിക്കൽ കൂടി, ആയോധന കലയുടെ മാതാവ് കളരിപ്പയറ്റ്. അപ്പോൾ നാടൻ കലകൾ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആയോധന കലയിലേക്ക് വരികയാണ്. അതിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് കളരിപ്പയറ്റ് മാത്രമാണ്. കേരളത്തിലെ ആയോധന കലാരൂപമേത് എന്ന് ചോദിച്ചാൽ കളരിപ്പയറ്റാണ്. കളരിപ്പയറ്റിലെ അഭ്യാസ മുറകൾ ഇപ്പോൾ പറഞ്ഞു. മെയ്പ്പയറ്റ്, വടിപ്പയറ്റ്, വെറും കൈപ്രയോഗം. കളരിപ്പയറ്റിലെ അവസാനത്തെ അടവിൻ്റെ പേരെന്താണ്? പൂഴിക്കടകൻ എന്നാണ്. ആയോധന കലയുടെ മാതാവ് എന്നറിയപ്പെടുന്നത് കളരിപ്പയറ്റാണ്. അങ്ങനെ ആയോധന കല അവസാനിച്ചിരിക്കുന്നു. ഇനി അവസാനത്തേത് ആദിവാസി കലകൾ. ആദിവാസി കലയിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഏറ്റവും പ്രധാനമായിട്ട് ഒരെണ്ണം മാത്രമാണ്, ഗദ്ദിക എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ഗദ്ദിക, അതുപോലെ തന്നെ മുടിയാട്ടം, ഇത് രണ്ടുമാണ് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട ആദിവാസി കലകൾ. ഇതിൽ ഏറ്റവും എപ്പോഴും ചോദിക്കുന്നത് ഗദ്ദിക തന്നെയാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഗദ്ദിക എന്ന ആദിവാസി കല. വയനാട്ടിലെ പ്രധാന ആദിവാസി വിഭാഗങ്ങളിലൊന്നായ അടിയോർ അഥവാ അടിയാന്മാർ അവതരിപ്പിക്കുന്ന ഒരു കലാരൂപമാണ് ഗദ്ദിക എന്ന് പറയുന്നത്. വയനാട്ടിലെ ആദിവാസി വിഭാഗങ്ങളിൽപ്പെട്ട അടിയോർ അഥവാ അടിയാന്മാർ അവതരിപ്പിക്കുന്ന ഒരു കലാരൂപമാണ് ഏത്? ഗദ്ദിക എന്ന് പറയുന്നത്. ഗദ്ദിക എന്ന വാക്കിന്റെ അർത്ഥം ഒഴിപ്പിക്കുക എന്നാണ്. ഗദ്ദിക എന്ന വാക്കിന്റെ അർത്ഥം ഒഴിപ്പിക്കുക എന്നാണ്. രോഗം മാറ്റാനും ദുരിതങ്ങൾ അകറ്റുവാനും വേണ്ടിയിട്ടാണ് ഇത്തരം കലാരൂപങ്ങൾ അഥവാ ഗദ്ദിക എന്ന ഈ കലാരൂപം അവർ അവതരിപ്പിക്കുന്നത്. ഗദ്ദിക എന്ന വാക്കിന്റെ അർത്ഥം ഒഴിപ്പിക്കുക എന്നാണ്. രോഗം മാറ്റാനും ദുരിതങ്ങൾ അകറ്റുവാനും വേണ്ടിയിട്ടാണ് ഈ ഒരു കലാരൂപം അവതരിപ്പിക്കുന്നത്. ഏറ്റവും പ്രശസ്തനായ ഒരു ഗദ്ദിക കലാകാരനാണ് PK കാളൻ. പ്രശസ്തനായ ഗദ്ദിക കലാകാരനാണ് ആര്? PK കാളൻ. അപ്പൊ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ ഗദ്ദിക എന്ന് പറയുന്ന കലാരൂപത്തിൽ നിന്ന് പഠിക്കാൻ. വയനാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആദിവാസി വിഭാഗത്തിൽ ഒന്നാണ് അടിയോർ അഥവാ അടിയാന്മാർ. അവർ അവതരിപ്പിക്കുന്ന കലാരൂപമാണ് ഗദ്ദിക. ഗദ്ദിക എന്ന വാക്കിന്റെ അർത്ഥം ഒഴിപ്പിക്കുക എന്നാണ്. രോഗം മാറ്റുവാനും ദുരിതങ്ങൾ അകറ്റുവാനും വേണ്ടിയിട്ടാണ് അവർ ഇത്തരം ഒരു കലാരൂപം അവതരിപ്പിക്കുന്നത്. ഏറ്റവും പ്രശസ്തനായ ഗദ്ദിക കലാകാരനാണ് PK കാളൻ. അടുത്തതായി മുടിയാട്ടം. പുലയരുടെ വിനോദ നൃത്തമാണ് മുടിയാട്ടം. പുലയരുടെ വിനോദ നൃത്തമാണ് മുടിയാട്ടം. സാധാരണയായി യുവതികളും ബാലികമാരുമാണ് ഈ ഒരു വിനോദ നൃത്തം അവതരിപ്പിക്കുന്നത്. യുവതികളും ബാലികമാരുമാണ് ഈ ഒരു വിനോദ നൃത്തം അവതരിപ്പിക്കുന്നത്. എന്നാൽ വാദ്യങ്ങൾ വായിക്കുന്നതും പാടുന്നതും പുരുഷന്മാരാണ്. ആരാണ്? പുരുഷന്മാരാണ്. അപ്പോൾ ഇതാണ് മുടിയാട്ടം എന്ന് പറയുന്നത്. പുലയന്മാരുടെ വിനോദ നൃത്തമാണ് മുടിയാട്ടം. യുവതികളും ബാലികമാരും ചെയ്യുന്ന ഒരു വിനോദ നൃത്തമാണ് മുടിയാട്ടം. പക്ഷേ വാദ്യങ്ങൾ വായിക്കുന്നതും പാടുന്നതും ആരാണ്? പുരുഷന്മാരാണ്. അപ്പോൾ ഇത് രണ്ടുമാണ് ആദിവാസി കലകൾ. ഏതൊക്കെയാണ്? ഗദ്ദികയും മുടിയാട്ടവും. പിന്നെ ആയോധന കല, കളരിപ്പയറ്റ്, പിന്നെ മറ്റ് നാടൻ കലകളും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. കലകൾ എന്ന് പറയുന്ന പോർഷൻ ഇതോടുകൂടി തീർന്നിരിക്കുകയാണ്. താങ്ക് യു.